അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പെരിയോസും യുണൈറ്റഡ് മാനേജ്മെന്റുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. എറിക് ടെൻ ഹാഗ് ഈ ഒരു സീസൺ കൂടെ യുണൈറ്റഡിന്റെ മാനേജറായിട്ട് തുടരും എന്നുള്ള വാർത്തയാണ് ഡേവിഡ് ഓൺസ്റ്റിൻ ഒക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പുറത്തേക്ക് പോകും എന്നുള്ള റൂമർ പല സോഴ്സിൽ ഉണ്ടായിരുന്നു. പോച്ചിന്റെയും ടുക്ഷലിന്റെ ഒക്കെ പേര് നമ്മൾ കേട്ടു. എന്നാൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ടെൻ ഹാഗ് തന്നെ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് മാനേജ്മെന്റ് എത്തിയിട്ടുള്ളത്. നമ്മൾ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. മെജോറിറ്റി യുണൈറ്റഡ് ഫാൻസും പുള്ളി ഒരു സീസൺ കൂടി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ പക്ഷം ഫാൻസ് ഇത് ചിലപ്പോൾ ഒരു ഡിസാസ്റ്ററിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായമാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 116ഓളം മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എറിക് ടെൻ ഹാഗിന്റെ കീഴിൽ കളിച്ചിട്ടുണ്ട്. 66 വിജയം. കഴിഞ്ഞ 3 പ്രാവശ്യം കപ്പ് ഫൈനലിലേക്ക് എത്തിക്കാൻ യുണൈറ്റഡിന് സാധിച്ചു എന്നുള്ളത് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ടെൻ ഹാഗ് കരുതുന്നത്. 2 പ്രാവശ്യം കപ്പടിച്ചു. ഇത് മാത്രമല്ല, ടോപ്പ് 4 ടീമിനെതിരെ പലപ്പോഴും നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്ത 2-3 പോയിന്റ്സ്. ഒന്ന്, ഈ ഒരു സീസണിൽ ഈ ടീമിനെ വെച്ചിട്ട് എറിക് ടെൻ ഹാഗിന് EPL അടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ടീമിനെ വെച്ച് പറ്റില്ല. ഇമ്പോസിബിൾ ആണ് എന്നല്ല, വളരെ സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ ആർട്ടറ്റ ചെയ്തു കൊടുത്ത പോലെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സ് കൊടുക്കുക, ഒരു 2-3 വർഷത്തെ പ്രൊജക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടോപ്പ് 2 EPL ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യാൻ പാകത്തിലൊരു ടീമിനെ മാറ്റിയെടുക്കാൻ ടെൻ ഹാഗിന് കഴിയുമോ ഇല്ലയോ എന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് അതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുമോ? ഇപ്പൊ 2-3 സീസൺ കൊണ്ട് 500 മില്യൺ ഒക്കെയാണ് ആർസണൽ സ്പെൻഡ് ചെയ്തത്. ഡെക്ലൻ റൈസിനെ കൊണ്ടുവന്നു, അതുപോലെ പല പ്ലേയേഴ്സിനെയും വാങ്ങി പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് മാത്രമല്ല, ഒരുപാട് സീനിയർ പ്ലേയേഴ്സിനെ ആർസണൽ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ യുണൈറ്റഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് ഇഞ്ചുറി, ഒരു വശത്ത് ഈഗോ ക്ലാഷ്, മറ്റൊരു വശത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഒരു കംപ്ലീറ്റ് റീബിൽഡിലൂടെ പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ. നമുക്കറിയാം ഇപ്പൊ കാസമിറോനെ വിൽക്കാൻ പോകുന്ന കേൾക്കുന്നു. സാൻജോ അടുത്ത സീസൺ ഉണ്ടാവുമെന്ന് അറിയില്ല. ഗ്രീൻവുഡിന്റെ കാര്യം 50-50 ആണ്. ഇതുപോലുള്ള പല ക്വാളിറ്റി പ്ലേയേഴ്സും എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിലാണ്. ഇവരൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് ആ പണം കൊണ്ട് പുതിയ പ്ലേയേഴ്സിനെ വാങ്ങി ഇനിയൊരു ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഒരു സീസൺ കൊണ്ട് ഒരു മാജിക് ഒക്കെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ചാൻസ് ഇല്ല. പുള്ളിക്ക് 2-3 സീസണൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു റീബിൽഡിലൂടെ ഒരു മികച്ച ടീമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന നോഹ പുള്ളിയുടെ കയ്യിലുണ്ട്. മറ്റൊരു നെഗറ്റീവ് നമ്മൾ കേൾക്കുന്നത് ബിൽഡപ്പ് പ്ലേയിലും പല മത്സരങ്ങളിലും ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പുള്ളി അയാക്സിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോൾ യുണൈറ്റഡ് ടീമിനെ വെച്ചിട്ട് ഇനീഷ്യലി പുള്ളി ട്രൈ ചെയ്തു. അത് നല്ല രീതിയിൽ തന്നെ ബാക്ക് ഫയർ ആയി. പിന്നീട് ഒരിക്കലും പുള്ളി അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സ് ഈ ടീമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഗ്ലേസിയേഴ്സും ഇപ്പോഴത്തെ മാനേജ്മെന്റ് നോക്കുന്നത് ഒന്നുകിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക, കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുത്താതെ ഒരു ബാക്ക്ലാഷിന് പോകുന്നതിന് പകരം ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഒരു യൂറോപ്യൻ ലീഗ് ടോപ്പ് 4 എന്ന രീതിയിൽ മുമ്പോട്ട് പോവുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡൊമസ്റ്റിക് കപ്പൊക്കെ അടിച്ചാൽ കാര്യങ്ങൾ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റീബിൽഡിലേക്ക് കൊണ്ടുപോവുക. 3, ഒരു വർഷം കൂടി പുള്ളിയെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഒരു ബെറ്റർ മാനേജർ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ പുള്ളിയെ സാക്ക് ചെയ്തുകൊണ്ട് പുതിയ മാനേജറെ കൊണ്ടുവരിക. ഈ ഒരു 3-4 ഓപ്ഷൻസ് ആയിരിക്കും മാനേജ്മെന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകുക. നമുക്കറിയാം സിറ്റിക്കെതിരെ FA കപ്പ് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ പല മത്സരങ്ങളിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് യുണൈറ്റഡ് സൈഡിൽ നിന്ന് കാണാറുണ്ട്. പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സ് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ടൈറ്റിൽ ചലഞ്ചിങ് മെറ്റീരിയൽ ആയിട്ട് യുണൈറ്റഡ് മാറിയാൽ അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ വേണ്ടത് മാനേജ്മെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട്, കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക. അത് മാത്രമല്ല, ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള പല പ്ലേയേഴ്സിനെയും പുറത്താക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു എക്സ്റ്റൻഷൻ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് താഴെ കമന്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.